ഗുഡ് മോർണിംഗ്. നമുക്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ലെവൽസ് നോക്കാം. 25,424 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അത് ടാപ്പ് ചെയ്യണമെങ്കിൽ മുകളിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതിൽ 25,478 മുകളിലേക്കാണെങ്കിൽ താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്കായിരിക്കും ഫസ്റ്റ് ട്രേഡ് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് നിഫ്റ്റി ഇന്ന് ഒരുപാട് ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പോകാൻ ചാൻസ് ഉണ്ട് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 56,856 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. ഇനി അതല്ല 57,193 അപ്സൈഡ് ലിക്വിഡിറ്റി. ഇതിൽ ഏത് ഏരിയയിലാണ് മാർക്കറ്റ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. സമയം 9:50 നമുക്ക് ഫസ്റ്റ് ട്രേഡ് ഇതിൽ എടുത്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്ക് ഒരു ട്രേഡ് നോക്കാം. നമുക്കൊരു എന്താ പറയുക 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഫസ്റ്റ് ട്രേഡ് കൺസിഡർ ചെയ്തെടുക്കാം. നമുക്ക് അതിന് എൻട്രി ഏരിയയിലേക്ക് എത്തട്ടെ. മാർക്കറ്റ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനു ശേഷം ഒരു അഗ്രസീവ് എൻട്രിക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് കിട്ടുകയാണെങ്കിൽ എടുക്കാം. നമുക്ക് ഒരു സിംഗ്ലോ അല്ലെങ്കിൽ 1:5 ഒക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അവിടെ ഡെയിലോയിലേക്ക് ഓൾമോസ്റ്റ് നല്ല പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു തിരിച്ച് മാർക്കറ്റ് ഒന്നുകൂടി മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷാണ് ഇപ്പോൾ മാർക്കറ്റ്. പക്ഷേ ചെറിയൊരു റീട്രേസ്മെൻറ്റ് തന്നിട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയും ബാങ്കില്ല, നിഫ്റ്റി കുറേ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ഒരുപാടായി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് നിഫ്റ്റിയിൽ അപ്സൈഡിലേക്ക് വന്ന്. ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ ഉള്ളത് ഇപ്പോൾ കുറച്ച് മുകളിലാണ് മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി തൽക്കാലം ഒരു ചെറിയ റീട്രേസ്മെൻറ്റ്. നിങ്ങൾക്കറിയാം, അപ്പം ഒരുപാട് ന്യൂസ് കേട്ടിട്ടുണ്ടാവും. എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ട് 37,000 കോടിയോ അങ്ങനെന്താ ഉണ്ടാക്കിയത്. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് ഓരോ ദിവസം ഓരോ ടൈപ്പ് സ്ട്രാറ്റജികൾ, ആളുകളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് മാർക്കറ്റിനടുത്ത് പൊന്തിക്കും, ഓപ്ഷൻസ് ഷോർട്ട് ചെയ്യും, അങ്ങനെ പല ടൈപ്പ് സ്ട്രാറ്റജികളൊക്കെ ചെയ്തിട്ടേ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയ ആളുകളാണ്. നിഫ്റ്റിയിലാണെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഈ ഒരു ഏരിയയിലാണ് വരിക. മാർക്കറ്റ് ആ ഒരു ഏരിയ എത്തുന്ന താഴേക്ക് നോക്കാം. ഇന്നത്തെ 25,424 വരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് വെക്കാം താഴേക്കുള്ള എൻട്രി. കാരണം അവിടെ എത്തി ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോകും മാർക്കറ്റ്. അതല്ല ബാങ്ക് നിഫ്റ്റിയിലാണ് ആദ്യം ചാൻസ് വരണമെങ്കിൽ അത് നോക്കാം. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ കിടന്ന് കളിക്കുകയാണ്. എന്താ ആർക്കറിയാം, ലിക്വിഡിറ്റി ഇന്ത്യൻ മാർക്കറ്റിന് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ടാണോ എന്നറിയില്ല. ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ റീറ്റെയിലേഴ്സിന് എന്തുകൊണ്ടാണ് 90-95% പൈസ നഷ്ടപ്പെടുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഓപ്ഷൻ ട്രേഡിങ് നമ്മളിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് റിസ്ക് റിവാർഡ് മാച്ച് ചെയ്തവർക്ക് പോലും ഭയങ്കര ടഫസ്റ്റ് മാർക്കറ്റാണ് ഇപ്പോൾ കണ്ടീഷൻ. ഇപ്പോഴെന്നല്ല, പൊതുവേ ഏത് ടൈമിലും മാർക്കറ്റിൻ്റെ ഒരു നമുക്ക് ഈസി മണി ഒരിക്കലും തരില്ല. നമ്മൾ ആളുകൾ വിചാരിക്കുന്ന പോലെ സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത ട്രേഡിങ്ങിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം പറഞ്ഞാൽ. വേഗം നമ്മളെ ഏരിയയിലേക്ക് വരട്ടെ, എന്നിട്ട് എടുക്കാം. ഒന്നും മുകളിലേക്ക് പോലില്ല. അതാ മുകളിലേക്ക് താഴേക്ക് തന്നെ വരുന്നത്. വേറെ എൻട്രി തരുമോ അറിയില്ല. ഏതായാലും ചാൻസ് വരാണ് ഞാൻ പറയാം. സമയം 10:17 നമുക്ക് എന്താ പറയുക, ഗോൾഡിലൊരു ട്രേഡ് എടുക്കാം. ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് അഗ്രസീവ് ആയിട്ടുള്ളൊരു ട്രേഡ് ആട്ടോ. ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ട്രേഡ് എടുത്താണ്. ചെറിയ SL-ഉം ഒരു 1:3 റേഞ്ചിലൊക്കെ ടാർഗറ്റ് വെക്കുന്ന രീതിയിലുള്ള ഒരു ട്രേഡാണ്. ഗോൾഡിൽ നിന്ന് ഫസ്റ്റ് ട്രേഡാണ്. ഗോൾഡിൽ ഈ മാസം ആകെ 4-5 ട്രേഡ് ചെയ്തിട്ടുള്ളൂ മൊത്തത്തിൽ. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വാച്ച് ചെയ്തിരിക്കുമ്പോൾ ഇതിൽ ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ ടൈം കഴിയും. നമുക്കിതിൽ എന്താ പറയുക, എൻട്രി എടുക്കുന്നത് 50 മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി. ഇത് എടുക്കാനുള്ള റീസൺ ഉണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്ക് ഏരിയ എന്ന് മാർക്കറ്റ് ഒരുപാട് സമയം ഞാനിപ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ട് അപ്സൈഡിലേക്ക് കാണിച്ചിട്ടുണ്ട്. വീണ്ടും ഒന്ന് താഴെ വരുമ്പോൾ അവിടെ ലിക്വിഡിറ്റി ആളുകൾ SL വെച്ച ഏരിയ ആയിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു ഏരിയ വരെ ടാർഗറ്റ് വെക്കാം. ചെറിയ SL-ഉം 3 പോയിന്റ് SL-ഉം 1:3 പോയിന്റ് സംതിങ്, അതായത് 4 ഇല്ല, 1:3 പോയിന്റ് സംതിങ് ടാർഗറ്റുമാണ് വെക്കുന്നത്. ഡയറക്റ്റ് അഗ്രസീവായിട്ട് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ഉടനെ തന്നെ ട്രേഡ് എടുത്താൽ മാർക്കറ്റ് ഇതെന്തുകൊണ്ടാണ് എടുത്തിട്ട് ഗോൾഡിൽ ഒരുപാട് ഇങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ട് ലിക്വിഡിറ്റി നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ഇതിനൊരു റീസൺ എന്താ വെച്ചാൽ ഇത് ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ നിന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് നോർമലി SMC ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ SL വെച്ച് ഏരിയ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു സിംഗ്ലോൻ്റെ താഴെ. അതുകൊണ്ടാണ് അവിടുന്ന് ട്രേഡ് എടുത്തത്. നമുക്ക് SL 5,400 റേഞ്ചിലാണ്. ടാർഗറ്റ് 3,338 വെക്കാം നമുക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് 16,700 സംതിങ് ആയിരിക്കും ടാർഗറ്റ് വരിക. അതായത് 1:5 3 എബോവ് ഉണ്ട്. ചെറിയ ലോസിലാണ് ഇപ്പോൾ. നോക്കാം നമുക്ക്. ഈ ഒരു ട്രേഡ് SL അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗോൾഡിൽ ഒന്നും ട്രേഡ് ചെയ്യില്ല. ഒറ്റ ട്രേഡ് ഉണ്ടാവുള്ളൂ. ഗോൾഡിൽ ഒരു ഇത് മാക്സിമം 2 ട്രേഡ് അല്ലെങ്കിൽ ഒറ്റ ട്രേഡാണ് അധികം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്
കുറച്ചും കൂടി ഒന്ന് ഇപ്പം അതിൻ്റെ ഇടയിൽ ഗോൾഡ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് ട്രേഡ്സ് മൊബൈലും മറ്റേലൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇതിലും കൂടി ഡിസിപ്ലിൻ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിലും ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഗോൾഡിൽ സംഭവം ശരിയാണ്, കുറച്ചും കൂടി ഈസിയാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല നല്ല പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്ന എന്താ പറയുക, ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഏത് മാർക്കറ്റിലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. പ്രോഫിറ്റബിൾ എന്നല്ല, അറ്റ്ലീസ്റ്റ് വലിയ നഷ്ടം വരുത്താതിരിക്കണമെങ്കിൽ നല്ല ഡിസിപ്ലിൻ വേണം. ഈവൻ നല്ലൊരു സ്ട്രാറ്റജി, വലിയൊരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ പോലും ഒരു പെർഫെക്റ്റ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇതാക്കാം. സമയം 10:30 ഉണ്ട്. ഞാനിങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ടാണ് ഇടയ്ക്ക് പോസ് ചെയ്താണ്. അപ്പോൾ അവിടെ 3500 3900 ഒക്കെ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. നിഫ്റ്റിയിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. ഒരു പുട്ട് ഓപ്ഷനാണ്. കാരണം ഒരു മാർക്കറ്റ് ഒന്ന് റിട്രേസ് ചെയ്യുന്ന തന്നെയാണ് എൻ്റെ ഒരു മനസ്സിൽ പറയുന്നത്. അതായത് നമ്മൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത് വെച്ച ലെവൽ വരെയെങ്കിലും മാർക്കറ്റ് പോയി 25,424 വരെ പോയിട്ട് ശേഷമായിരിക്കും അപ്പ് സൈഡിലേക്ക് പോകുക എന്നുള്ള. അപ്പ് സൈഡിലേക്ക് പോകുന്ന ഉറപ്പൊന്നുമില്ല. തൽക്കാലം ആ ലിക്വിഡിറ്റി എടുക്കാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. വലിയ ടാർഗറ്റ് ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു അതുമല്ല, ഇനി ഫ്യൂച്ചർ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ചാർട്ടിൽ 25,500 എന്നുള്ള അവിടെ നിന്ന് 3 പ്രാവശ്യമായി റിവേഴ്സ് ചെയ്യണം. അതായത് മുകളിലേക്ക് പോകണ പോലെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്തിട്ടൊക്കെ ആയിരിക്കും വരിക എന്നുള്ള ഫ്യൂച്ചർ ചാർട്ട് ഇവിടെ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. ഇത്ര നേരമായിട്ട് 25,500 എന്നുള്ള അവിടെ നിന്ന് ഇത്ര പ്രാവശ്യം പ്രൊജക്റ്റ് ചെയ്ത് മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള SL എടുക്കാൻ വരും എന്നുള്ള പ്രതീക്ഷ. അതാണ് ഒരു ട്രേഡ് എടുത്തത്. നമുക്ക് 25,450 പുട്ട് ഓപ്ഷനാണ് എടുത്തത്. ചെറിയൊരു പ്രോഫിറ്റിലാണ്. നോക്കാം. ഇത് ഇവിടെ നമുക്ക് 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി എന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് അനുസരിച്ചിട്ടാണ് ട്രേഡ് എടുത്തത്. അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിൽ വേറെ 2 5 മിനിറ്റ്സ് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു 5 മിനിറ്റ്സേ ടാപ്പ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ SL വരികയാണെങ്കിൽ നമുക്കൊന്ന് ഒരു അറ്റൻറ്റ് കൂടി താഴേക്ക് ചെയ്ത് നോക്കാം. ഇനി അതല്ല, ഇത് ഡയറക്റ്റ് പോയിട്ട് ഈ 25,424 ടാപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ സെക്കൻഡ് ട്രേഡ് അപ്പ് സൈഡിലേക്കായിരിക്കും. അതാണ് പ്ലാന്. കാരണം ബുള്ളിഷ് ട്രേഡ് എന്ന് ഓൾറെഡി മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ കുറേ നേരമായിട്ട് ഇന്നലെ മുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒന്നുകൂടി ഒന്ന് താഴെ വന്നിട്ട് പോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് താഴേക്കുള്ള ട്രേഡ് ഞാൻ നോക്കുന്നത്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. നമ്മുടെ SL അടിച്ചിട്ടുണ്ട്. SL അടിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഞാൻ പറഞ്ഞില്ല അപ്പ് സൈഡ് ഒരു 5 മിനിറ്റ്സും കൂടി ഉണ്ട്, അതും ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി വരുന്നുണ്ട്. ഈ ക്യാൻഡിൻ്റെ മുകളിലേക്ക് പോയാൽ നമുക്ക് എടുക്കാം. പക്ഷേ മാർക്കറ്റ് കണ്ടിട്ട് ബുള്ളിഷാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് സെക്കൻഡ് ട്രേഡാണ്. ഇത് കൂടി എടുത്ത് SL അടിച്ചാൽ പിന്നെ നമുക്കിന്ന് ട്രേഡ് ഇല്ല. നമ്മൾ അപ്പ് സൈഡിലേക്ക് 25,424 ടാപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു, അതുവരെ ടാപ്പ് ചെയ്തില്ല. പക്ഷെ അങ്ങോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. അപ്പോൾ ഒരു ഒറ്റ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയും കൂടി നോക്കാം. സെയിം ഡയറക്ഷനിലേക്ക് തന്നെ ഒരു പുട്ട് ഓപ്ഷൻ കൂടി എടുക്കാം. അതിൽ താഴേക്ക് വരികയാണെങ്കിലോ ആ ഒരു ഈ പ്രീമിയത്തിൻ്റെ സ്പൈക്കൊക്കെ കണ്ടിട്ട് താഴേക്ക് വരുമോ എന്ന് സംശയമുണ്ട്. കണ്ടോ, അറിയില്ല. നമുക്കൊരു പ്ലാൻ കൂടി ചെയ്ത് നോക്കാം. ഒറ്റ ട്രേഡ്. ഇത് SL അടിച്ചാലും ടാർഗറ്റ് അടിച്ചാലും ഇപ്പം ഇന്ന് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേഡ് കൂടെ ചെയ്യും. കാരണം ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയിൽ നിന്ന് മുകളിലേക്ക് പോകാൻ നല്ല പോസിബിലിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് SL അടിച്ചാണ് പിന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇനിയിപ്പോൾ താഴെ വന്നാലും ട്രേഡ് ഒന്നും എടുക്കില്ല. 2 SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്തും. ഈ ഒരു ക്യാൻഡിൽ മുകളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. പ്രീമിയം ഒരു വിക്കൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ, പ്രതീക്ഷ ചെറുതായിട്ടും താഴെ വരുമെന്ന് വിചാരിക്കാം. ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. സെക്കൻഡ് ട്രേഡ് പെട്ടെന്ന്, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി തന്നെ പെട്ടെന്ന് ഒരു നേരത്തെ നമ്മൾ ഫസ്റ്റ് എന്താ പറയുക ഒരു അഗ്രസീവ് ട്രേഡ് എടുത്തു. ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല ഈക്വൽ ഹൈൻ്റെ മുകളിലൊക്കെ മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഡേലോ വരെ അല്ല അതിൻ്റെ താഴേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് 25,424 ടാപ്പ് ചെയ്യണമെങ്കിൽ തന്നെ എക്സിറ്റ് ചെയ്യാം. അവിടെ ഇനി എത്ര പോയിന്റ് ആയാലും 1:2 3 എത്ര വെച്ചാൽ അതിൽ എക്സിറ്റ് ചെയ്യാൻ മതി. ഓക്കെ, പറഞ്ഞ പോലെ മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ ഇപ്പോൾ ഈ ജെയിൻ സ്ട്രീ ഇവരൊക്കെ FIAs ഒക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലേ സാധാരണക്കാരുടെ അവസ്ഥ ഞാൻ പറഞ്ഞു. ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവരെ, ഓപ്ഷൻ ട്രേഡിംഗ് എന്നല്ല എല്ലാ ടൈപ്പ് ഓഫ് ട്രേഡിങ് ട്രേഡേഴ്സിനെയും
എല്ലാ മാർക്കറ്റിലും ഉണ്ട്. ഇത് വേൾഡിലെ എല്ലാതരം മാർക്കറ്റിലും ഉണ്ട് ഈ ഒരു സെറ്റപ്പ്. അതായത് കൂടുതൽ പൈസ ഉള്ള ആളുകൾ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി. സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾ എപ്പോഴും അതിൽ ട്രാപ്പായി പോകാറുണ്ട്. കുറച്ച് ലിക്വിഡിറ്റിയും കൂടി കുറഞ്ഞൊരു സാധനമാണെങ്കിൽ വേഗം എന്തോ വേറെ ദശല അടിക്കാനുള്ള പോക്കാം. രണ്ട് ട്രേഡ് ഇപ്പോൾ തന്നെ നിർത്തേണ്ടി 12:30 ആകുമ്പോൾ തന്നെ നമുക്ക് പരിപാടി കൂട്ടിക്കെട്ടേണ്ടി വരും. സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ പിന്നെ ഇല്ല നമുക്ക്. കുറച്ച് ദിവസങ്ങളായിട്ട് സെക്കൻഡ് ട്രേഡ് ടാർജറ്റ് അടിക്കണ്ടായിരുന്നു. അതറിയില്ല, ഇനി തിരിച്ച് താഴേക്ക് പെട്ടെന്നൊരു ഇറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ല, വിക്ക് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇപ്പോൾ തന്നെ പുള്ളിഷായി പോകാൻ തോന്നുന്നുണ്ട്. നമുക്ക് എൻട്രി ഒന്നും തരാതെ താഴെ ലിക്വിഡിറ്റി എടുക്കാതെ മുകളിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്, അതിനെക്കൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് ട്രേഡ് ഒന്നും ഇല്ല, സ്റ്റോപ്പ് പരിപാടി നിർത്തി. നമ്മുടെ ഗോൾഡിൻ്റെ അവസ്ഥ എന്താ നോക്കാം. ഗോൾഡിൽ 10,000 ഒക്കെ നേരത്തെ 10 എടുത്ത ട്രേഡാണ്, ഇപ്പോൾ 12:30 ആവാനായി. നമ്മുടെ ഓർഡേഴ്സൊക്കെ ഒന്ന് കാണാം ഇവിടെ. നിങ്ങൾക്ക് ഇന്നടുത്ത 2 ട്രേഡിൻ്റെയും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഇനി വെയിറ്റ് ചെയ്യലുള്ളൂ. നിഫ്റ്റിയിലും ബാങ്കിലും ഇനി ട്രേഡ് എടുക്കാൻ വയ്യ. ഇനിയിപ്പോൾ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്താൽ പോലും മുകളിലേക്ക് ഞാൻ ട്രേഡ് എടുക്കില്ല, കാരണം 2 SL അടിച്ചു. നമ്മുടെ പ്രോസസ്സിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. ഓക്കെ, പ്രോസസ്സിനെ ഫോക്കസ് ചെയ്തിരിക്കുക. നമ്മുടെ ഇനി ഗോൾഡിൻ്റെ ഒരു ട്രേഡും കൂടി പെൻഡിങ് ഉണ്ട്, അത് നോക്കാം. അതിലിപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ 10 എടുത്തു, പെട്ടെന്ന് പ്രോഫിറ്റ് ആയിരുന്നായിരുന്നു. ഒരു 13,000 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടാർജറ്റ് 16,700 ആണ്. അത് എത്തിയില്ല. പിന്നെ ഒരുപാട് താഴെ വന്നു, നമുക്ക് 5,000 വരെയൊക്കെ എത്തി. പ്രോഫിറ്റ് 13,000 കുറഞ്ഞ് 5,000 വരെ എത്തി. പക്ഷേ നമ്മളെ പ്രോപ്പറായിട്ട് ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക. ചിലപ്പോൾ താഴേക്ക് വന്ന് നമ്മൾ SL അടിക്കാം ഇതിൽ, ഇനി അതല്ലെങ്കിൽ ടാർജറ്റ് അടിക്കാം. ഇത് രണ്ടിനും 50-50 ചാൻസാണ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ അത് കാണിക്കാന്നുള്ളൂ. ഇനി എനിക്ക് എൻ്റെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാനില്ല. വെയിറ്റിംഗ് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡിലൊക്കെ കുറച്ചും കൂടി ഒരു ഇപ്പോൾ നിഫ്റ്റിയിലോ ബാങ്കിലോ നമ്മൾ ട്രേഡ് എടുത്തിട്ട് നമ്മളെ മാർക്ക് ചെയ്ത ഏരിയയിൻ്റെ താഴേക്ക് പോയില്ലെങ്കിൽ ചില സമയത്ത് തീറ്റ DK ഒക്കെ വരും, പ്രീമിയം DK വരും, മാർക്കറ്റ് സ്പൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ ഭയങ്കര ഒരു 500-700 കോടിക്കൊക്കെ ബൈ ചെയ്യുമ്പോഴേക്കും മാർക്കറ്റ് മാനിപ്പുലേറ്റ് ആവാൻ തോന്നുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് ഗോൾഡിൽ കുറച്ചും കൂടി ലിക്വിഡിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാനിപ്പുലേഷൻ ഇതിൽ കാണാറില്ല. ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എപ്പോഴും. ഇതിനൊക്കെ ഒരു ലോജിക്കലി നമുക്ക്, പക്ഷേ എല്ലാ സമയത്തും മാർക്കറ്റ് ഒരേ രീതിയിലായിരിക്കില്ല റിയാക്ട് ചെയ്യുക. മാർക്കറ്റ് ലിക്വിഡിറ്റിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുത്താൽ കുറച്ചും കൂടി നമുക്ക് റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ നമ്മൾ വാച്ച് ചെയ്യും, നമ്മൾ പല സ്ട്രാറ്റജികളും നോക്കുക, SMC അതുപോലെ വേറെ ഏതെങ്കിലും നോർമൽ പ്രൈസ് ആക്ഷൻ, ഇതിലൊക്കെ വരുന്ന ട്രാപ്പുകളും ഇതിലൊക്കെ വരുന്ന ലിക്വിഡിറ്റി ഏരിയകളും എവിടെയെന്നുള്ളൊരു ബോധത്തോട് വേണ്ടി മാർക്കറ്റിലിരുന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും നമുക്ക് 100% ഒരു ട്രേഡും ടാർജറ്റ് അടിക്കണമെന്നോ SL അടിക്കണമെന്നോ ഒരു നിർബന്ധമില്ല. നമുക്ക് സമയം 12:34 നമ്മുടെ ടാർജറ്റ് ഏരിയൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നടത്തിയിട്ട് വീണ്ടും റിവേഴ്സ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് വരുമെന്ന്. പക്ഷേ അവിടേക്ക് തന്നെ മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. നമുക്ക് 16,700 ആകുമ്പോൾ ടാർജറ്റ് ഓട്ടോമാറ്റിക്കലി കട്ടായിക്കോളും. 3,338 ആണ് നമുക്ക് ആ ഒരു ടാർജറ്റ് ഏരിയയിൽ നിന്ന് താഴേക്കും അവസരമുണ്ട്, കാരണം അതൊരു അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്. പക്ഷേ ഞാൻ ഇന്നൊരു ട്രേഡ് ആയില്ല, ഇനി ചെയ്യുന്നില്ല, എത്താനായിട്ടുണ്ട്. ഓക്കെ, ടാർജറ്റ് ബുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്ലോസ് പൊസിഷനിൽ കാണാം അവിടെ 16,742 പ്രോഫിറ്റാണ്. ഇന്നലെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്. അതിന് മുമ്പത്തെ ഒരു ദിവസം 2 SL ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ ഗോൾഡിൽ ഇപ്പം വീണ്ടും ആ ഒരു ക്യാപിറ്റൽ ആ റേഞ്ചിൽ തന്നെ എത്തിയിട്ടുണ്ട്, ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് താഴേക്കും ട്രേഡ് എടുക്കാം അവിടെ. പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സ് കഴിഞ്ഞോടെ കൊണ്ടുതന്നെ പിന്നെ ട്രേഡ് ഇനി ചെയ്യുന്നില്ല. ഈ ട്രേഡ് എടുത്ത ടൈം 10:17 ആണ്. 10:17 എടുത്തിട്ട് 12:34, ഓൾമോസ്റ്റ് 2 മണിക്കൂറിലധികമായില്ലേ. പക്ഷെ 2 മണിക്കൂറിലധികമായിട്ട് നമുക്ക് അത്രയും പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം വീണ്ടും 5,000-ലേക്ക് തന്നെ എത്തി. 13,000 14,000 എത്തിയതിനു ശേഷം വീണ്ടും 5,000-ലേക്ക് വന്നു. നമുക്ക് എന്താ പറയുക, അടുപ്പിച്ച് ട്രെയിൽ ചെയ്താലൊക്കെ അത് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇതൊരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റിയാണ്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്കും ട്രേഡ് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ് അവിടെ. പക്ഷേ ചിലപ്പം പോവാം, ചിലപ്പം പോകാതിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഇനി ട്രേഡ് ഒന്നുമില്ല, ഇനി ഒന്നിലും ട്രേഡ് ഇല്ല. ഇനി ജസ്റ്റ് വാച്ചിങ് മാത്രമേ ഉള്ളൂ, ചാർട്ടൊക്കെ അനലൈസ് ചെയ്തിരിക്കുക, അത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് ഓവർ ട്രേഡ് നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, പ്രോസസ്സ് എങ്ങനെയാണ് മാക്സിമം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുക, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ ട്രേഡൊന്നും എടുത്തില്ല, ആ 2 ട്രേഡ് തന്നെ ഉള്ളൂ. ഒരു മാർക്കറ്റ് ഇനി എങ്ങോട്ടെങ്കിലും പോട്ടെ, എന്ത് ചെയ്താലും നമ്മളെ ഇനി എഫക്റ്റ് ചെയ്യില്ല. നമുക്ക് ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ മെയിൻ മോട്ടോ. എന്താണ്? ഡിസിപ്ലിൻ അല്ലേ? ഈ ഡിസിപ്ലിൻ കേട്ട് മടുത്തോ? അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകണം അറിയാതെ. എനിവേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
സമയം 3:25 നമ്മുടെ വേറെ രാവിലത്തെ ട്രേഡിൽ തന്നെയുള്ളൂ, വേറെ ട്രേഡൊന്നും എടുത്തില്ല. മാർക്കറ്റ് പിന്നെയും കുറേ ബുള്ളിഷായിട്ട് പോയി. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് നിന്ന് ആ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അവിടെ നമുക്ക് എൻട്രി തന്നില്ല. 25,424 ടാപ്പ് ചെയ്താലല്ലേ നമ്മൾ മുകളിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തു. അതുമല്ല ഇന്നൊരു 5 മിനിറ്റ്സ് ഐഡിയസ് പോലും ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയില്ല. ഞാൻ രാവിലെ പറഞ്ഞല്ലോ ട്രെൻഡ് ലൈൻ ഉണ്ടെന്ന്. ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ വിക്കിൽ വേണമെങ്കിൽ വരക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ബോഡിയിൽ വരച്ചിട്ടാണെങ്കിൽ പോലും ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റിൽ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് പ്രാവശ്യം ട്രെൻഡ് ലൈൻ ടാപ്പ് താഴെ വന്നു, സെക്കൻഡ് ടൈം ഫാസ്റ്റ് താഴെ വന്നു, തേർഡ് ടൈമും താഴെ വന്നുണ്ട്, ഫോർത്ത് ടൈം ഒക്കെ. ഇവിടെ ഇന്നലെ മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷ ഒന്നും മാർക്കറ്റ് ബുള്ളിഷായി പോകാൻ ചാൻസ് ഉണ്ട്. ഓർഡർ കളക്ഷൻ ആയിരിക്കും അവിടെ. പിന്നെ ഈ നെഗറ്റീവ് ന്യൂസ് ഉണ്ടല്ലോ, എന്താ പറയുക, ഈ FIAസിൻ്റെ ഒരു പരിപാടികൾ. ഇനി അതുകൊണ്ട് ഇനി താഴേക്ക് ആളുകൾ എക്സ്പെക്ട് ചെയ്യുമ്പം അവിടെ ഓർഡർ കളക്ട് ചെയ്ത് മുകളിൽ പോകാമെന്ന് വിചാരിച്ചു. അതേപോലെ മുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, അവസരം തന്നിട്ടുണ്ട്. നമുക്ക് അവസരം തരണമെങ്കിൽ എപ്പോഴും ലിക്വിഡിറ്റി എടുത്തിട്ടേ ഞാൻ മുകളിലേക്ക് കയറുള്ളൂ. ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ടാണ് താഴേക്കുള്ള ട്രേഡ് എടുത്തത്, എന്ന് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇനി അവസരം കിട്ടുന്ന ദിവസങ്ങളിൽ എടുക്കാം, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്ത 5 മിനിറ്റ്സ് ഐഡിയാസുകളൊന്നും അപ്സൈഡിലേക്ക് എൻട്രി തന്നിട്ടേ ഇല്ല. ഇന്ന് മാർക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് പോകുക, അതായത് ഭയങ്കര ബുള്ളിഷായി പോവുകയോ ഭയങ്കര ബാരിഷായി പോവുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് അധികം എൻട്രി. ഭയങ്കര ബുള്ളിഷൊന്നുമല്ല ഇന്ന്, പക്ഷേ മാർക്കറ്റ് ഒരു അൺഹെൽത്തി ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോവാണ്. ഗോൾഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അതേപോലെ തന്നെ മാർക്കറ്റിൽ സംഭവിച്ചു. പക്ഷേ ഞാൻ ആ ട്രേഡ് എടുത്തിട്ടില്ല, ജസ്റ്റ് വാച്ച് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതിന് ശേഷം മാർക്കറ്റ് പോണ കണ്ടിട്ട് അങ്ങനെ വിചാരിച്ചു ആ ഒരു ട്രേഡ്, സെക്കൻഡ് ട്രേഡും കൂടെ ഒന്ന് കൺസിഡർ ചെയ്താൽ മതിയെന്ന്. കറക്റ്റ് നമ്മൾ ആ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്ത ഏരിയ എന്നാണ് മാർക്കറ്റ്. അവിടുന്ന് ഇതേപോലെ ഒരു 1:3 ട്രേഡ് താഴേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ആ ഒരു സിംഗ്ലോലെ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 1:3 എബോവ് നേരത്തേക്കാളും ടാർഗറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഏരിയ ട്രേഡ്. കുഴപ്പമില്ല. നമുക്കെന്താ നാളെ നോക്കാം. നാളെ അവസരമുണ്ട് വേറെ. ഇനി നമുക്ക് ഓവർ ട്രേഡിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. കാരണം ട്രേഡ് എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തയിലേക്ക് ഒന്നും കൂടെ തോന്നും. നമ്മുടെ മനസ്സ് ഇങ്ങനെ പറയും അടുത്തെടുത്ത് നോക്കുക, അടുത്തെടുത്ത് നോക്കുക. ഈ അടുത്തെടുത്ത് നോക്കൽ കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഒരു നല്ല പ്രോഫിറ്റബിൾ ഡേയിൽ പോലും നെക്സ്റ്റ് അന്ന് തന്നെ അത് ചിലപ്പോൾ ലോസിലേക്ക് വരുത്തിപ്പോകും നമ്മൾ. കാരണം ഒരു ട്രേഡ് ടാർഗറ്റ് അടിച്ച് രണ്ടാമത്തെ SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈൻഡ് പ്രശ്നമാണ്. പിന്നെ നമുക്ക് അടുത്ത് ചെയ്യണം എന്നുള്ളത് അത് കവർ ചെയ്യണം എന്നുള്ള. അപ്പോൾ അതിനെ കുറക്കാനുള്ള ഒരു പ്രോസസ്സാണിത്. നിഫ്റ്റിയിൽ നമ്മൾ പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. ആ ഒരു രാവിലത്തെ ആ ഒരു 2 ട്രേഡിൽ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയതാണ്. ഗോൾഡിലും നമ്മൾ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. ഗോൾഡിൻ്റെ അത് കാണിച്ചു തരാം. ഞാൻ രാവിലത്തെ ബുക്ക് ചെയ്ത ആ ഒരു 16,000 തന്നെ ഉള്ളൂ. പൊസിഷനിൽ വേറെ ഒന്നുമില്ല, അത് തന്നെ ഉള്ളൂ, ഒറ്റ ട്രേഡ്. അത് സമയം അവിടെ കാണാം. 12:34 ബുക്ക് ചെയ്ത്, അപ്പോൾ 3:30 ആയില്ലേ. അതൊരു വാച്ച് ചെയ്തുകൊണ്ടിരുന്ന മാർക്കറ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് വാച്ച് ചെയ്യുക, ചാർട്ട് അനലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഏതായാലും ഇനി നാളെ കാണാം. ഓവറോൾ നമുക്ക് നിഫ്റ്റിയിൽ ലോസ് ആണ്, ഗോൾഡിൽ പ്രോഫിറ്റ് ആണ് 16,000 റേഞ്ചിൽ. എനിവേ താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാതെ വീഡിയോൻ്റെ റീച്ച് കൂടാൻ ഹെൽപ്പ് ആവും. താങ്ക് യു, ബൈ.